Good morning. Hello. Good morning. കേൾക്കുന്നില്ല? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഞാനൊന്നും കേൾക്കുന്നില്ല. യെസ് പ്ലീസ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എന്ത് പറ്റി? ഞാൻ വരാൻ അല്പം ലേറ്റ് ആയപ്പോ നിങ്ങൾക്ക് മിണ്ടാതായോ? ഇല്ല മാം, എന്റെ ഈ മോനും വന്ന് ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് പോകുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അതെയോ? ശരി. പ്രയർ എല്ലാം കഴിഞ്ഞിരുന്നോ? ഇല്ല മാം, ഒന്നും ചെയ്തില്ല. ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഓക്കെ പ്ലീസ്. കുറച്ച് പേരേ ഉള്ളൂ തോന്നുന്നു പാർട്ടിസിപ്പേറ്റ്സ്. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ പ്രയർ ചെയ്യാൻ? യെസ്. ആരുമില്ല. സോ നമുക്കൊരു സൈലന്റ് പ്രയർ ചെയ്യാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഫുൾ എപ്പോഴും സൈലന്റ് പ്രയർ ആണോ? പ്രയറിൽ തുടങ്ങി അവസാനം സൈലന്റ് ആയോ? ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ പ്ലീസ്. ഓക്കെ. ജോബ് സാറിനെ പ്രതീക്ഷിച്ചിരുന്നത് എന്നെ കണ്ടപ്പോൾ വല്ല ഷോക്കാണോ? എനിക്കാണ് തോന്നുന്നു. ഓക്കെ, നമ്മൾ എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? യെസ്റ്റർഡേ ഇന്നലെയും ക്ലാസ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ നിങ്ങൾക്ക്? എന്റെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഓക്കെ, എവിടെയായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ? ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ പ്ലീസ്? സൈക്കോളജി ആയിരുന്നു മാം. സൈക്കോളജി. മിസ്, ആ ചാപ്റ്റർ തീർന്നു കഴിഞ്ഞു വെച്ചാൽ സർവേ ഡീറ്റെയിൽസ് പറയാന്ന് പറഞ്ഞിരുന്നു. ചാപ്റ്റർ തീർന്നിരുന്നോ? ഇല്ലല്ലോ. ഓ, തീർന്നിരുന്നോ? ഒന്ന് പറയാമോ? നേരത്തെ 2-3 ബാച്ചിന് സെയിം ടോപ്പിക്. അപ്പൊ എനിക്ക് ഏതാ എവിടെയാ കഴിഞ്ഞെന്ന് നോട്ട് ചെയ്യാനും വിട്ടുപോയി തോന്നുന്നു. ആ ഒരു പാരഗ്രാഫ് അന്ന് വായിച്ചിരുന്നു. ജസ്റ്റ് പറഞ്ഞു തന്നു. പിന്നെ അതിൽ പറഞ്ഞു ഈ ഒരു ചാപ്റ്റർ തീർന്ന സർവേ ഡീറ്റെയിൽസ് പറയാം. ലാസ്റ്റ് വരെ മിസ് അത് പറഞ്ഞങ്ങ് നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി എന്നാണോ പറഞ്ഞേ? എവിടെ വരെയായിരുന്നു എന്ന് പറയാമോ? ചാപ്റ്റർ കഴിഞ്ഞു. ഇനി സർവേയുടെ കാര്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റഡ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ ബുക്കിൽ. ഓക്കെ ഓക്കെ, താങ്ക് യു ജിസ്. ഓക്കെ ഫൈൻ. ഓക്കെ, സോ നമ്മൾ ഗ്ലോബൽസിലെ കിൻഡർ ഗാർഡനും മോണ്ടിസോറി മെത്തേഡിലുള്ള സ്കൂളുകളിൽ അവിടെ ഡൈഡാക്ടിക് അപ്പാരറ്റസ് ആണ്, പ്രാക്ടിക്കലി ആക്ടിവിറ്റീസ് ചെയ്യുന്ന രീതിയിലുള്ള അപ്പാരറ്റസ് ആണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അല്ലെ. സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. നമ്മള് ബിഹേവിയർ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് അവിടെ ഇന്റർവെൻഷൻ നടത്താനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും അവിടെ റിസൾട്ട് വരില്ല, പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ. കാരണം കുട്ടികൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ ഓരോ സ്റ്റേജസ് ആയിട്ട് മാറി ഫേസസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് അവരെ മനസ്സിലാകണം. അത് പലപ്പോഴും ഇങ്ങനെ മാരേജ് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതുമായിട്ട് നമ്മൾ ശരിക്കും
നമ്മളെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമല്ല. നമ്മള് കുട്ടികളെ നോക്കാനായിട്ട് അങ്ങ് അമ്മമാര് അല്ലെങ്കിൽ അച്ഛൻ, അങ്ങനെ വീട്ടിലുള്ള മറ്റുള്ളവരെ അവരൊക്കെ എല്ലാം അത് മനസ്സിലാക്കുന്നു അല്ലെ. അപ്പൊ അത് ശരിക്കും അതിനൊരു എക്സ്പീരിയൻസ് എന്നുള്ളതല്ല. നമ്മൾ കുട്ടിയുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകുമ്പോൾ കുട്ടിയിലെ ചില രീതികൾ കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്. കുട്ടികളുടെ രീതികൾക്കനുസരിച്ച് പലപ്പോഴും നമ്മൾ മാറാറുണ്ട്. എൻവിയോൺമെന്റിലും ചേഞ്ചസ് വരുത്താറുണ്ട്. അത് അവരുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ളതാണെങ്കിലും ശരി, മനസ്സിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ടുള്ളതാണെങ്കിലും ശരി അല്ലെ. കുട്ടി ഇങ്ങനെ മൂവ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീട്ടില് സ്റ്റെയറിന്റെ അവിടെ ഒരു ഇത് ഗ്രില്ല് പോലെ പിടിപ്പിച്ച് അവിടെ ബ്ലോക്ക് ചെയ്തു, ഫ്രണ്ടിലേക്കുള്ള ഡോറിന്റെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ഹാഫ് ഡോർ ആയിരുന്നു. അതിന്റെയൊക്കെ ഉദ്ദേശം അതായിരുന്നു. ഓക്കെ, സോ എനിവേസ്, പിന്നെ ബാത്റൂമിലെ കുറ്റിയൊക്കെ ഇളക്കി മാറ്റുന്നു, അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ട് നമ്മൾ കുറെ ചേഞ്ചസ് നമ്മൾ വരുത്താറുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് കുട്ടികളുടെ മനസ്സിന്റെ ഡെവലപ്മെന്റും ആ മൈൻഡ് ഡെവലപ്മെന്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ആ ഓരോ കാര്യങ്ങളും വരും. ഓക്കെ, ഞാൻ സർവേ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാം. ഇത് നിങ്ങളൊരു റിപ്പോർട്ട് പോലെ പ്രിപ്പയർ ചെയ്യണം. ഒരു പ്രോജക്ട് റിപ്പോർട്ട്, ഒരു മിനി റിസർച്ച്, ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യേണ്ട മെത്തേഡ്സ് പറഞ്ഞു തരാം. സർവേ മെത്തേഡ് കേട്ടോ. ഏതൊരു കാലഘട്ടത്തിലും ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ചൈൽഡ് കെയർ, നമ്മളുടെ വീടുകളിലുള്ള ചൈൽഡ് കെയർ സയന്റിഫിക് ആണോ എന്നുള്ളതാണ്. ഇതില് പ്രീ സ്കൂൾ കുട്ടികളുടെ പാരന്റ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാന്നാണ്. പക്ഷെ നമുക്ക് പ്രീ സ്കൂളിൽ നിന്നൊന്നും വേണ്ട. ഏത് ഏജിലുള്ള കുട്ടികളാണെങ്കിലും, അഡോളസൻസ് ആണെങ്കിലും നമുക്ക് ആ കുട്ടികളുടെ പാരന്റ്സിനെ മീറ്റ് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്യാം. മിനിമം 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേരുടെ വേണമെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, ഇനി ഇങ്ങനെ എന്താ പറയാ, സർവേ ചെയ്ത് തീർക്കാൻ വേണ്ടി ആരെങ്കിലും 5 പേരെ എന്നുള്ള രീതിയിൽ പോകരുത്. വീട്ടിലും ഫാമിലിയിലുള്ളവരെ മാത്രം, അങ്ങനെയല്ല. നമ്മൾ ഓരോ സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന, ഡിഫറെന്റ് സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഡേറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ അനാലിസിസ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ, 2 അച്ഛനും അമ്മയും വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികൾ, അവരെ അപ്പം കൂടുതൽ സമയം ടേക്ക് കെയർ ചെയ്യുന്നത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരുടെ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മെയ്ഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. പിന്നെ അച്ഛൻ മാത്രം ജോലിക്ക് പോകുന്നത്, പിന്നെ സിംഗിൾ മദർ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല ഫിനാൻഷ്യൽ ലെവലിൽ ജീവിക്കുന്നവര്, ഡിഫറെന്റ് ഫാമിലി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞല്ലോ. പിന്നെ സിറ്റിയിൽ ജീവിക്കുന്നത്, വില്ലേജിൽ ജീവിക്കുന്നത്, ടൗൺ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല ഒബ്സർവേഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് ഇന്ത്യ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. യൂറോപ്യൻ കൺട്രീസിൽ, ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫോണിൽ വിളിച്ചിട്ട് ഡേറ്റ ഒന്ന് കളക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു ഫോം അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഫില്ല് ചെയ്ത് അയച്ചു തരും. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഗ്രാൻഡ് പാരന്റ്സ് അങ്ങനെയൊക്കെ ഉള്ളവരാകുമ്പോൾ ചില ഇടങ്ങളിൽ നമുക്ക് ഒരു പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യനെയേഴ്സ് ആണ്. ഞാൻ ഏകദേശം 32ഓളം ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതില് പല ക്വസ്റ്റ്യൻസും റെലവെന്റ് അല്ല എന്ന് തോന്നുവാണെങ്കിൽ അതൊക്കെ മാറ്റാം. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെലവെന്റ് ആണെന്ന് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് വിസിറ്റ് ചെയ്യാം, ഫോണിലൂടെ ചെയ്യാം. ജസ്റ്റ് വിസിറ്റ് എന്ന് ഞാൻ ജനറലി അത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വിസിറ്റ് ചെയ്യാം, ഫോണിലൂടെ ചെയ്യാം, എങ്ങനെയായാലും നോ പ്രോബ്ലം. അപ്പൊ റിപ്പോർട്ടിന്റെ കാര്യം ഞാൻ പറയാം. അതിനു മുമ്പ് ആ ഒരു ക്വസ്റ്റ്യനെയർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനെയറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഞാൻ ഇങ്ങനെ സീരിയൽ നമ്പറും ആ സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ആണ് ക്വസ്റ്റ്യനിലുള്ളത്. ടിക്ക് ഇടുക, ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് ടിക്ക് ഇടുക എന്നുള്ളതാണ്. അത് പാരന്റ്സിന്റെ കയ്യിൽ കോപ്പി കൊടുത്താൽ മതി. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ, ചില സമയത്ത്, പിന്നെ ഉറപ്പില്ല, അങ്ങനെയുള്ള രീതിയിൽ.
അപ്പൊ ഫസ്റ്റ് വൺ, ഈസ് ദ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ, നല്ല പ്രോട്ടീനോട് കൂടിയുള്ള ഫുഡാണോ കുട്ടിക്ക് കൊടുക്കുന്നത്? ഈസ് ദ ചൈൽഡ് ഗിവൺ പ്രൊട്ടക്റ്റീവ് വാക്സിനേഷൻ, കുട്ടികൾക്ക് വാക്സിനേഷൻ എടുക്കാറുണ്ടോ? ചിലര് വാക്സിനേഷൻ അങ്ങനെ എടുക്കാറില്ലല്ലോ, ചിലർക്ക് അതിനെ പറ്റിയുള്ള അവയർനെസ്സും ഉണ്ടാവില്ല. ഈസ് ദ ചൈൽഡ് ഗിവൺ ഇനഫ് പ്ലേയിങ് ടോയ്സ്, ശരിക്കും ആ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പ്ലേയിങ് ടോയ്സ്, കളിപ്പാട്ടങ്ങൾ പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? ആർ ദേ പെർമിറ്റഡ് ടു പ്ലേ വിത്ത് നൈബേഴ്സ് ചിൽഡ്രൻ, തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളുമായിട്ട് കളിക്കാനായിട്ട് അവരെ പെർമിറ്റ് ചെയ്യാറുണ്ടോ? ഡു യു ടേക്ക് ചിൽഡ്രൻ വിത്ത് യു ഓൺ ഔട്ടിങ്സ്, നമ്മൾ പുറത്തു പോകുമ്പോൾ കുട്ടികളെ കൊണ്ടുപോകാറുണ്ടോ? ഡസ് ദ ചൈൽഡ് ബിഹേവ് ഇൻ ഗുഡ് മാനേഴ്സ് വെൻ ഗസ്റ്റ് കം ടു യുവർ ഹോം, പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണല്ലേ, കുട്ടി നല്ല മര്യാദയോട് കൂടിയാണോ ഗസ്റ്റിന്റെ അടുത്ത് പെരുമാറുന്നത് എന്ന്. പിന്നെ ഡസ് ദ ചൈൽഡ് യൂസ് അബ്യൂസീവ് വേർഡ്സ് ഡ്യൂറിങ് കോൺവെർസേഷൻ വിത്ത് ഫ്രണ്ട്സ് അറ്റ് ഹോം, ഫ്രണ്ട്സ് ഓർ അറ്റ് ഹോം, കുട്ടികൾ അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യാറുണ്ടോ എന്ന് സംസാരിക്കുമ്പോൾ, ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിൽ. പിന്നെ കുട്ടിക്ക് ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? പിന്നെ കുട്ടിയെ പറ്റി ടീച്ചേഴ്സിന് നല്ല ഒപ്പീനിയൻ ആണോ? കുട്ടി സിബ്ലിങ്സുമായിട്ട്, ചേട്ടൻ, അനിയൻ, ചേച്ചി, അനിയത്തി, അങ്ങനെ സിബ്ലിങ്സുമായിട്ട് വഴക്ക് കൂടാറുണ്ടോ? ഈസ് ദ ചൈൽഡ് ഹാപ്പി ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ ഹൗസ്, വീട്ടിനകത്തും പുറത്തും കുട്ടി ഹാപ്പിയാണോ? ഈസ് ദ ടീച്ചർ എ ട്രെയിൻഡ് വൺ, ഇതൊക്കെയാണ് നമുക്ക് നോട്ട് ഷുവർ ഒക്കെ ചിലർ എഴുതുന്നത്, കാരണം ടീച്ചറുമായിട്ട് അത്ര കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ടീച്ചർ ഒരു ട്രെയിൻഡ് ആയിട്ട് ആളാണോ സ്കൂളിൽ? ഈസ് ദ ചൈൽഡ് ഗിവൺ ടൈം ഫോർ റെസ്റ്റ് ആൻഡ് എന്റർടൈൻമെന്റ് അറ്റ് ഹോം, വീട്ടില് കുട്ടിക്ക് റെസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ എന്റർടൈൻമെന്റിനുമുള്ള സമയം കിട്ടാറുണ്ട്. ആർ ദെയർ എനി ക്രൈറ്റീരിയ ഫോർ സ്കൂൾ അഡ്മിഷൻ, നമ്മളുടെ കുട്ടിയെ സ്കൂളിൽ അഡ്മിറ്റ് ചെയ്യിക്കാൻ നേരത്തെ എന്തെങ്കിലും ക്രൈറ്റീരിയ സ്കൂളുകാർ പറഞ്ഞിരുന്നു? ഡു ദ ഗാർഡിയൻസ് ഓർ പാരന്റ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ സ്കൂൾ, പലപ്പോഴും പാരന്റ്സിന് ചില ആക്ടിവിറ്റീസ് സ്കൂളിൽ വരാറുണ്ട്, അതിൽ പാരന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? വൈൽ ടേക്കിംഗ് ഡിസിഷൻസ് ചൈൽഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ടേസ്റ്റ് ആർ കൺസിഡേർഡ്, നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കുട്ടിയുടെ താല്പര്യവും ടേസ്റ്റും കൺസിഡർ ചെയ്യാറുണ്ടോ? ഫോർ എക്സാമ്പിൾ, കുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങണം, നമ്മളുടെ ഇഷ്ടത്തിനാണോ വാങ്ങുന്നത്, കുട്ടിയുടെ താല്പര്യം, അതിന് കളറിനോടോ അങ്ങനെ എന്തെങ്കിലും പാറ്റേണിനോടോ ഒക്കെ താല്പര്യം ഉണ്ടാവുമല്ലോ കുട്ടികൾക്ക്, അല്ലെങ്കിൽ കുട്ടിക്ക് ബർത്ത്ഡേക്ക് ഒരു കേക്ക് വാങ്ങണം, അപ്പൊ അങ്ങനെ ആ രീതിയിൽ, അല്ലെങ്കിൽ ബാഗ് വാങ്ങണം, ബോക്സ് വാങ്ങണം, അങ്ങനെ കുട്ടിയുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും കൺസിഡർ ചെയ്യാറുണ്ടോ? ഡസ് ദ ടീച്ചർ ഡിസ്കസ് ദ ബിഹേവിയർ ഓഫ് ദ ചൈൽഡ് വിത്ത് യു, ടീച്ചർ നമ്മളുമായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടോ കുട്ടിയുടെ കാര്യങ്ങൾ? ഡു യു എൻകറേജ് ദ ഗുഡ് ക്യാരക്ടർ ഓർ ഡീഡ്സ് ഓഫ് ദ ചൈൽഡ്, കുട്ടിയുടെ നല്ല പ്രവൃത്തി, നല്ലൊരു സ്വഭാവം, അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ, അതിന് എൻകറേജ് ചെയ്യാറുണ്ടോ? വെദർ ദ സ്കൂൾ യൂസസ് എഡ്യൂക്കേഷണൽ എക്യുപ്മെന്റ് ടു ടീച്ച്, സ്കൂളിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്? കുട്ടി സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നുണ്ടോ? വെദർ ദ സ്കൂൾ ഫോളോയിങ് എ മെത്തേഡ് ദാറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ക്രിയേറ്റീവ് ആക്ടിവിറ്റി, ക്രിയേറ്റീവ് ആക്ടിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മെത്തേഡ് ആണോ സ്കൂളിൽ? ഡസ് ദ ചൈൽഡ് ഫോളോ എ ഡെയിലി റൊട്ടീൻ ഓർ ടൈം ടേബിൾ, കുട്ടി ഒരു ഡെയിലി ഒരു ടൈം ടേബിൾ, ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുവാണോ? ഡു യു വാച്ച് ടെലിവിഷൻ വിത്ത് യുവർ ചൈൽഡ്, കുട്ടിയുമായിട്ടിരുന്ന് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ടി വി കാണാറുണ്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഡു യു ഹാവ് എ സ്റ്റിക്ക് അറ്റ് ഹോം, വീട്ടിൽ വടിയിട്ടോ? ആർ ദെയർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ, സ്കൂളിലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടോ? ഡു ദേ ഗീവ്സ് ഹോം അസൈൻമെന്റ്സ്, ഹോംവർക്കുകളൊക്കെ കൊടുത്തു വിടാറുണ്ടോ? ഈ ഹോംവർക്ക് ചെയ്യാൻ കുട്ടിയെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഡു യു ബീറ്റ് ഓർ ഗീവ് ഫിസിക്കൽ പണിഷ്മെന്റ് ടു ദ ചൈൽഡ്, കുട്ടിയെ അടിക്കാറുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഫിസിക്കൽ പണിഷ്മെന്റ്? ഡു യു കമ്പയർ ദ ചൈൽഡ് വിത്ത് അതർ ചിൽഡ്രൻ ഓർ സിബ്ലിങ്സ്, കുട്ടിയുടെ ബ്രദർ സിസ്റ്റർ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ടോ കുട്ടിയെ കമ്പയർ ചെയ്യാറുണ്ടോ? ഡു യു സ്പീക്ക് അബൌട്ട് ദ എബോവ് കമ്പാരിസൺ ഇൻ ഫ്രണ്ട് ഓഫ് ദ ചൈൽഡ്, നമ്മൾ കമ്പയർ ചെയ്യാറ് ഉണ്ടാവുമായിരിക്കും, പക്ഷെ കുട്ടിയുടെ മുന്നിൽ വെച്ച കമ്പാരിസൺ ചില പാരന്റ്സ് പറയില്ല, പക്ഷെ ചില പാരന്റ്സ് അല്ലെങ്കിൽ അവനെ കണ്ടുപിടിക്കുക അവളെ കണ്ടുപിടിക്കുക അവരത് ചെയ്യുന്നുണ്ടോ, അങ്ങനെ രീതിയിൽ കുട്ടിയുടെ മുന്നിൽ വെച്ച് കുട്ടിയോട് പറയുകയും ചെയ്യും, അതുപോലെ തന്നെ കുട്ടിയുടെ മുന്നിൽ വെച്ച് മറ്റാളുകളോട് പറയുകയും ചെയ്യും. Does the teacher or anybody from the school punish the child physically or mentally? Do you tell the teacher to give such punishment? അങ്ങനെയുള്ള പണിഷ്മെന്റ് കൊടുക്കാൻ ടീച്ചറോട് പറയാറുണ്ടോ? ചില പാരന്റ്സ് പറയാറില്ലേ, നല്ല അടി കൊടുത്തോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാറില്ലേ? Do you give your mobile other than study purpose
ടു ദി ചൈൽഡ്. നമ്മൾ പഠിക്കാനല്ലാതെ നമ്മുടെ മൊബൈല് കുട്ടിക്ക് കൊടുക്കാറുണ്ട്. വെദർ ദ ചൈൽഡ് ഓൺ എനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, കുട്ടിക്ക് സ്വന്തമായിട്ട് വല്ല ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ, മൊബൈല്, ടാബ് അങ്ങനെയുള്ളത്. വിൽ യു കൺസിഡർ ദ ചൈൽഡ്സ് ഒപ്പീനിയൻ, ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് while taking decision about his or her future? കൊച്ചുകുട്ടികളെ കുറിച്ചല്ല, കുറച്ച് വലുതാവുമ്പോ പല ഇത് പഠിക്കാനും കരിയർ ഓപ്ഷൻ ഒക്കെ നോക്കി കുട്ടികൾ പോവുമല്ലോ. അങ്ങനെ വരുമ്പോ കുട്ടിയുടെ ഒപ്പീനിയൻ, ടേസ്റ്റ്, ഇൻട്രസ്റ്റ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ടോ? ഇതൊക്കെയാണ് സർവേയിലെ ക്വസ്റ്റ്യൻസ്. ഏകദേശം 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. യു ഹാവ് 4 ഓപ്ഷൻസ്. കോപ്പി എടുത്ത് പാരന്റ്സിന്റെ കയ്യിൽ കൊടുത്താൽ അവരത് ഫില്ല് ചെയ്യും. അങ്ങനെ പറ്റാത്തവർക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറയാം. ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയോ? യെസ്. ഓക്കെ. നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇതെത്ര നല്ല പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയൊരു റിപ്പോർട്ടാണ്. ആദ്യം നമ്മളൊരു ഫ്രണ്ട് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഭംഗിയാക്കാം കേട്ടോ, ഇതെത്ര ഭംഗിയൊന്നുമില്ല. അതിൽ നമ്മളുടെ ടൈറ്റിൽ എഴുതുക, സർവേ ആൻഡ് പ്രോജക്ട് എന്നുള്ള ടൈറ്റിൽ ആ പേജിലുണ്ട്. എന്നിട്ട് ബ്രാക്കറ്റില് മിനി റിസർച്ച്. ശരിക്കും ഒരു നല്ലൊരു സർവേ ആണ്. ഇപ്പോഴും പല ബാച്ചിലെ കുട്ടികളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ഈ ടീച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നവർ അവരുടെ ക്ലാസ്സിൽ വരുന്ന കുട്ടികളുടെ കംപ്ലീറ്റ് ഡേറ്റാബേസ് എടുത്ത് ഈ ഒരു സർവേ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. ഏതെങ്കിലും രീതിയിലുള്ള ഇന്റർവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. വളരെയധികം ഈ ഒരു സർവേ ചെയ്യാൻ പോയിട്ട് ചിലരെ സപ്പോർട്ട് ചെയ്ത ട്രെയിനീസും ഉണ്ട്. ചിലര് വല്ലാത്ത പ്രശ്നത്തിൽ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിനികളിൽ ഇങ്ങനെ സർവേക്ക് ചെല്ലുന്നത്. സർവേക്ക് ചെല്ലുമ്പോൾ ആരോട് ഈ പ്രശ്നം പറയും, കുട്ടിയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ വീടിനകത്തൊരു പ്രശ്നം പറയുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ട്രെയിനി വരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെയും ഹെൽപ്പ് കിട്ടിയ കുറെ ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സർവേ അത് വെറുതെ അല്ല, അതിനൊരു നല്ലൊരു റിസൾട്ട് ഉണ്ട്, നല്ലൊരു ഔട്ട്കം വരും എന്നുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ എന്തും എഴുതുമ്പോൾ, ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ നമ്മളൊരു റെക്കോർഡ് എഴുതുമ്പോൾ നമ്മൾ ഇൻഡെക്സ് പേജ് എഴുതും. ഫസ്റ്റ് നിങ്ങളൊരു ഫ്രണ്ട് ഷീറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തയ്യാറാക്കുക കേട്ടോ. ഇതത്ര ഇതല്ല. സബ്മിറ്റഡ് ബൈ നിങ്ങളുടെ പേരും ബാച്ചും അവിടെ എഴുതാം. പിന്നെ സെക്കൻഡ് പേജ്, അടുത്ത പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെക്സ് പേജ് ആണ്. ബിഫോർ ദാറ്റ് ഇൻഡെക്സ് പേജിന് മുമ്പ് നമുക്ക് വേറൊരെണ്ണം എഴുതണം, പ്രിഫൈസ്, ആമുഖം. നമ്മള് ചില സ്റ്റോറി ബുക്കൊക്കെ കണ്ടിട്ടില്ലേ, ആദ്യം ഒരു ആമുഖം എഴുതിയിട്ടുണ്ടാവും, പിന്നെയാണ് അതിനകത്ത് ഇപ്പൊ കുറെ ഷോർട്ട് സ്റ്റോറീസ് ആണെങ്കിൽ ഒരു ഇൻഡെക്സ് പേജ് പോലെ ഇട്ടിട്ട് 1, 2, 3 എന്ന് പറഞ്ഞ ഓരോ സ്റ്റോറിയും അതിന്റെ പേജ് നമ്പറും കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ പ്രിഫൈസ് ആണ് കേട്ടോ ഫ്രണ്ട് ഷീറ്റ് കഴിഞ്ഞിട്ട് അടുത്തത് എഴുതേണ്ടത്. ഞാൻ എഴുതിയ പ്രിഫൈസ് ഒന്ന് വായിച്ചു തരാം, വായിച്ച് കേൾപ്പിക്കാം. ഐ എം നോട്ട് ഷുവർ അങ്ങനെ തന്നെയാണോ പ്രിഫൈസ് എന്ന് വെച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ഈ സർവേ ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ പ്രിഫൈസിൽ. കാരണം ആമുഖത്തിൽ അങ്ങനെയാണല്ലോ, ഈ ബുക്ക് എന്തുകൊണ്ട് എഴുതി എന്നുള്ളതാണ് ആമുഖത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ സർവേ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം, അതാണ് പ്രിഫൈസിൽ വരുന്നത്. As time passes, the method for adapting childcare in home is different. In earlier days, the method was different compared to nowadays. It is different according to each person's also. In this survey, different aspects and different views can be seen. Within certain limitation, the child could enjoy his or her freedom. ഞാൻ പ്രിഫൈസ് ആയിട്ട് എഴുതിയത്, കാലങ്ങൾ കഴിയുന്തോറും കുട്ടികളെ നോക്കുന്ന ചൈൽഡ് കെയർ വീടുകളിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ. പണ്ടത്തെ ഒരു മെത്തേഡ് അല്ല ഇപ്പോഴത്തെ ഒരു മെത്തേഡ്. പിന്നെ ഓരോ വ്യക്തികൾക്കനുസരിച്ച് മാറും, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറും. അപ്പൊ പലരുടെയും പല പാരന്റ്സിന്റെയും വ്യൂസ്, കാഴ്ചപ്പാടുകൾ നമുക്ക് ഈ സർവേയിൽ കാണാനായിട്ട് പറ്റും. എന്ത് തന്നെയായാലും കുറച്ചൊരു ലിമിറ്റേഷൻസിനുള്ളിൽ കുട്ടികൾക്ക് ആവശ്യമായ ഫ്രീഡം വേണം, അത് അവര് എൻജോയ് ചെയ്യണം. ഇതാണ് ഞാൻ പ്രൊഫൈൽസിൽ എഴുതിയ ഒരു കാര്യം. നെക്സ്റ്റ് നമ്മളുടെ കണ്ടന്റ്സ് ആണ്. മീൻസ് ഇൻഡെക്സ് പേജ്, കണ്ടന്റ്സിനോ ഇൻഡെക്സ് പേജിനോ കൊടുക്കുക. ഇങ്ങനെ 1, 2, 3 എന്നിട്ടിട്ട് ആ ഒരു പേജ് ഇടണം. അടുത്ത പേജ് തുടങ്ങിയിട്ട് ഈ ഓർഡറിലായിരിക്കണം നമ്മൾ ഈ പേപ്പർ വെക്കേണ്ടത്. ക്ലിയർ ആയോ? ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ്, പിന്നെ പ്രിഫൈസ്, ആമുഖം, സർവേ നടത്താനുണ്ടായ സാഹചര്യം, അത്. പിന്നെ മൂന്നാമത്തെ പേജിലാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ കണ്ടന്റ്സ് വരുന്നത്. അതിൽ 1, 2, 3 എന്നോ ABCD എന്നോ റോമൻ ലെറ്റേഴ്സോ എന്താന്ന് വെച്ചാൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ കാണിക്കാനായിട്ട് എഴുതുക. അടുത്തടുത്ത പേജുകളിൽ ഈ ഓർഡറിൽ നമ്മൾ ഇൻഡെക്സ് പേജിൽ എങ്ങനെയാണ് ഓർഡർ ഇട്ടത് ആ ഓർഡറിൽ തന്നെ നമ്മൾ
നമ്മൾ അടുത്ത പേജിലേക്ക് എഴുതാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ പ്രിഫയർസും കണ്ടന്റ്സും കഴിഞ്ഞു. നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ അത് കാണാനായിട്ട് പറ്റും. എയിം ഓഫ് ദ പ്രോജക്ട്, നമ്മൾ എന്ത് പ്രോജക്ട് ചെയ്യുന്നതും അതിന്റെ എയിം എന്താണെന്ന് നമ്മൾ ആദ്യം എഴുതും. എയിം ഒന്നുമില്ല, നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഈസ് ദ ചൈൽഡ് കെയർ, ഞാൻ അത്രേ എഴുതിയിട്ടുള്ളൂ. എയിം ഓഫ് ദ പ്രോജക്ട് ലൂസ് ഷീറ്റ് ആണ്, പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യാൻ പറ്റാത്ത കാരണം പേജ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ട്. ടു ഫൈൻഡ് ഔട്ട് വെദർ ദ ചൈൽഡ് കെയർ ഇൻ അവർ ഹോംസ് സയന്റിഫിക്, അതാണ് ഞാൻ അത്രയും ഞാൻ എയിമായിട്ട് എഴുതിയുള്ളൂ കേട്ടോ. ആ ഒരു ക്വസ്റ്റ്യൻ അത് തന്നെയാണ് എയിം. നെക്സ്റ്റ് വൺ മെത്തേഡ്, നമ്മൾ എന്ത് മെത്തേഡാണ് ഓപ്റ്റ് ചെയ്തത് ഈ ഒരു സർവേ ചെയ്യാൻ. നിങ്ങൾ വീടുകൾ വിസിറ്റ് ചെയ്തെങ്കിൽ വീട് വിസിറ്റ് ചെയ്തു എന്ന് എഴുതാം. അതല്ല ഫോണിലൂടെയാണ് ചെയ്തെങ്കിൽ അങ്ങനെ ഒരു മീഡിയം യൂസ് ചെയ്തു, അങ്ങനെയൊക്കെ എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഫോർ ഡൂയിങ് ദിസ് സർവേ ഐ ഹാഡ് വിസിറ്റഡ് 3 homes in my neighborhood. I visited 2 of my friends' houses also, so that I could collect more data and information from there. Thus got a chance to study about the subject more deeply. ഇതാണ് ഞാൻ മെത്തേഡിൽ എഴുതിയത്. ഇനി മെത്തേഡ് എഴുതി നമ്മൾ കാര്യങ്ങളെല്ലാം ഇതൊക്കെ കളക്ട് ചെയ്തു അല്ലെ. നമ്മൾ ഇനി എഴുതേണ്ടത്, നിങ്ങൾക്ക് ആദ്യം കളക്ഷൻ എഴുതാം എന്നിട്ട് അനാലിസിസ് എഴുതാം കേട്ടോ, നോ പ്രോബ്ലം. കളക്ഷൻ എഴുതിയിട്ട് അനാലിസിസ് എഴുതാൻ നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ കളക്ഷൻ എന്നുള്ള അവിടെയാണ്, ഡേറ്റ കളക്ഷൻ, അവിടെയാണ് നമ്മൾ ഈ കളക്ട് ചെയ്ത ആ ഒരു ഡോക്യുമെന്റ് കണ്ടില്ലേ, കുറെ ക്വസ്റ്റ്യൻസ് ടിക്ക് ഇടുന്നത്, അത് വെക്കേണ്ടത്. കളക്ഷന്റെ അവിടെ അത് വെക്കുക, വേറെ ഒന്നും എഴുതണ്ട. പിന്നെ ഈ പാരന്റ്സിന്റെ പേര് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പേര് എഴുതണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ XY ഇടുന്നോ എന്തെങ്കിലും കൊടുക്കാം. കുട്ടിയുടെ ഏജ് ഒന്ന് എഴുതുന്നത് നന്നായിരിക്കും. നമുക്ക് അവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഏത് ഏജിലുള്ള കുട്ടിയാണെന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നും കൂടെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, പക്ഷെ പണ്ട് കാലങ്ങളിൽ വീടുകളിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ചിലയിടങ്ങളിൽ ചിലപ്പോൾ അത് കാണാം, ഐ എം നോട്ട് ഷുവർ. കാരണം ഞാൻ പോയിടത്ത് അങ്ങനത്തെ ഒരു ഡിസ്ക്രിമിനേഷൻ ഞാൻ കണ്ടില്ല. ഓക്കെ, നെക്സ്റ്റ് അനാലിസിസ് ആണ്. നമ്മൾ ഈ ഡേറ്റ കളക്ട് ചെയ്തു, അനാലിസിസ് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. കാരണം നിങ്ങൾ കാണുന്ന പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുള്ളൂ. നമ്മൾ ഇത്രയും ഡേറ്റ കളക്ട് ചെയ്ത് അവരുടെ ഡേറ്റ മനസ്സിലാക്കിയപ്പോ എന്താണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കിയത്, അതാണ് അനാലിസിസ് എഴുതേണ്ടത്. ഞാൻ 5 പേരുടെ ഡേറ്റാസ് കളക്ട് ചെയ്തുള്ളൂ, പക്ഷെ ഞാൻ അതിനൊന്ന് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. കാരണം സർവേ എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണല്ലേ. നമ്മൾ സർവേ സാധാരണ 5ഒന്നുമല്ല, ശരിക്കും 100, 200 കുറെ നമ്പർ ആളുകളുടെ ഡേറ്റ എടുത്തിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ശരിക്കും സർവേയിൽ വരുന്നത്. ഞാൻ അതിനെ പെർസെന്റേജിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്തു. കാരണം ഞാൻ പോയതിൽ എനിക്ക് ഒരു ഫാമിലി മാത്രമാണ് വളരെ പഴയ രീതിയിൽ ചിന്തിക്കുന്നത്. അതായത് കുട്ടികളുടെ ഇഷ്ടത്തിനൊന്നും വിടില്ല, അവരെ നല്ലതുപോലെ പണിഷ് ചെയ്യും. കാരണം ആ കുട്ടി അതെന്റെ വളരെ ക്ലോസ് ഫ്രണ്ടും ആയിരുന്നു കേട്ടോ. പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഞാൻ എന്റെ പാരന്റ്സ് നല്ലപോലെ പണിഷ് ചെയ്യായിരുന്നു. കാരണം ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്നു. പാരന്റ്സ് മാത്രമല്ല, അതിന്റെ ഗ്രാൻഡ് പാരന്റ്സും അതിന് നല്ലപോലെ പണിഷ് ചെയ്യായിരുന്നു. വളരെ ഞാനൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് അതിന്റെ പണിഷ്മെന്റ് കൊടുക്കണം കണ്ടിട്ട്. കാരണം ഈ ചട്ടുകം പഴിപ്പിച്ച് വെക്കുക, പിന്നെ നമ്മൾ ഈ മോട്ടാറില്ലേ, ഇടികല്ലില്ലേ, ഉള്ളി മുളകൊക്കെ ചതയ്ക്കാൻ നമ്മളൊരു കൊച്ചു കല്ല് വാങ്ങിച്ചു വെക്കില്ലേ, അതുകൊണ്ട് കൈ ചതക്കുക, അങ്ങനെയൊക്കെ അതിന്റെ അമ്മൂമ്മ ചെയ്യണത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ദിവസം മുഴുവനും കരയും, ഉറക്കത്തിൽ ഞെട്ടി എണീക്കും. കാരണം എന്റെ അത്രയും വളരെ ക്ലോസ് ആണ്. നമുക്ക് അന്നത്തെ ചെറിയ ഏജിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അമ്മോടും അച്ഛനോടും പറഞ്ഞിങ്ങനെ കരയും. കാരണം നമ്മളൊന്നും അങ്ങനെയുള്ള സിവിയർ ഇതൊന്നും അനുഭവിച്ചിട്ടൊന്നുമില്ല. ചെറിയൊരു അടി കൊണ്ടിട്ടുണ്ടെന്നല്ലാതെ, വഴക്ക് കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഇതുപോലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രൂട്ടലായിട്ടുള്ള പണിഷ്മെന്റ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ട്രോമ അവളുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കും അവളുടെ കുട്ടികളെ അത്രയും സിവിയർ ആയിട്ട് പണിഷ് ചെയ്തിട്ടില്ല. ബട്ട് അടിക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള പണിഷ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അടിച്ച് വളർത്തണം അങ്ങനെ ഒരു ഇത് അവളുടെ ഉള്ളിൽ ചൈൽഡ്ഹുഡ് തുടങ്ങിയേ ഉണ്ട്. ഇപ്പോഴങ്ങനെയൊന്നും അല്ല കേട്ടോ. അപ്പൊ അങ്ങനെ പിന്നെ കുട്ടികളുടെ ഇഷ്ടത്തിന് അവരെ വിടില്ല. ഞങ്ങൾ പറയുന്ന പോലെ തന്നെ അവര് പഠിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ജോലിക്ക് പോകണം, ആ ഒരു ഇതായിരുന്നു അന്ന്. ഞാൻ 2017 ഇവൾക്ക് സർവേക്ക് ചെല്ലുമ്പോൾ 3 മക്കളാണ്, 2 ആൺമക്കളും ഏറ്റവും ഉള്ളതൊരു പെൺകുട്ടി. എല്ലാരും സ്കൂളിൽ പഠിക്കുക ആ സമയത്ത് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പൊ എനിക്ക് നല്ലപോലെ ഇടപെടാൻ പറ്റുന്ന ഒരു ഇടമായതുകൊണ്ട് ഞാൻ കുറേ സംസാരിച്ചു. ഇപ്പൊ അവള് പറഞ്ഞു അതീ പറഞ്ഞ ശരിയാണല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇപ്പം അവളുടെ ഒരു മോൻ ന്യൂസിലൻഡിലാണ്. കാരണം അവന് ഇഷ്ടപ്പെട്ട ഒരു ജോബ്, അങ്ങനെ അവൻ അവിടേക്ക് പോയി. അതൊക്കെ അവര് പിന്നെ കുട്ടികളുടെ ഇഷ്ടം തന്നെ പിന്നെ നോക്കാൻ തുടങ്ങി കേട്ടോ.
പിന്നെ രണ്ടാമത്തെ മോൻ എന്തോ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞത്, അവനും കാനഡയ്ക്കോ മറ്റോ പോകാൻ, അങ്ങനെ അവനും റെഡി ആവുകയാണ്. ചെറിയ മോള് അവള് പഠിക്കുകയാണ്, 10th എന്തോ എത്രയായിട്ടുള്ള. പിന്നെ ആ തുടക്കത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് കുട്ടികളുടെ ടേസ്റ്റ് തന്നെയാണ് നോക്കിയത്. ഞാൻ ആ ഒരു ബേസിസിലാണ് ഈ സർവേയിൽ, നമ്മൾ സർവേയിൽ ആളുകളുടെ പേരോ അങ്ങനെയൊന്നും എഴുതില്ല കേട്ടോ. ഇൻ ദിസ് സർവേ വൺ തിങ് ഷുഡ് നോട്ടീസ് ദാറ്റ് 90% of the parents are willing to support child's നീഡ്സ് ആൻഡ് ഡിസയർ. ബാക്കി 4 പേരും ആ ഒരു രീതിയിലുള്ളതായിരുന്നു. അങ്ങനെ ഞാൻ 90% ആക്കിയത്. ബട്ട് 10% of parents are not ready to accept that. They are telling like if it is given to child's like and wish, and if we give them the freedom, then his future may be spoiled. അങ്ങനെ ഫ്രീഡം കൊടുക്കുമ്പോൾ ഫ്യൂച്ചർ സ്പോയിൽ ആകും, ആ രീതിയിൽ പറഞ്ഞു. Some are expressing their feelings that they had some experiences, bitter experiences in their childhood. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ളത് കാരണം ഞങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ വരരുത്. അങ്ങനെ എന്റെ പാരന്റ്സ് എന്നോട് ഇങ്ങനെയാണ് ചെയ്തത്, അത് കാരണം ഞാനിവിടെ ഒന്നും എത്തിയില്ല, സോ ഞാൻ അങ്ങനെ ചെയ്യില്ല. പാരന്റ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ഓരോന്ന് ചെയ്തു, പക്ഷെ എനിക്കൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും കുട്ടികൾ അങ്ങനെ ചിന്തിക്കുന്ന പാരന്റ്സ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞാണ് അനാലിസിസ് എഴുതിയത്. ഓക്കെ, എന്ത് ഡേറ്റ കളക്ട് ചെയ്താലും എന്ത് അനാലിസിസ് നമ്മൾ അതിനെക്കുറിച്ച് എഴുതിയാലും നമ്മൾക്ക് പേഴ്സണലി ഒരു ഒപ്പീനിയൻ ഉണ്ടാവൂലേ ചൈൽഡ് കെയറിനെ കുറിച്ച്, അതാണ് നെക്സ്റ്റ് എഴുതേണ്ടത്, ഒപ്പീനിയൻ. ഓക്കെ, അപ്പൊ കളക്ഷൻ ആദ്യം വെക്കുക, എന്നിട്ട് കാരണം കളക്ട് ചെയ്തതിന് ശേഷമാണല്ലോ നമ്മൾ അനാലിസിസ് എഴുതുന്നത്. ഞാൻ എന്റെ അനാലിസിസ് കഴിഞ്ഞിട്ട് കളക്ഷനോട് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഡേറ്റ കളക്ഷന് ശേഷമാണ് നമ്മളത് അനലൈസ് ചെയ്യുന്നതിലോ. അപ്പൊ കളക്ഷന്റെ ഷീറ്റ് മുഴുവൻ ആദ്യം വെക്കുക, പിന്നെ അനാലിസിസ്, പിന്നെ ഒപ്പീനിയൻ, നമ്മളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മളൊരു ടീച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മദർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടില് കുട്ടികൾ ഉണ്ടായിരിക്കാം, നമ്മുടെ നൈബർഹുഡിലെ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം, ട്യൂഷൻ എടുക്കുന്നുണ്ടാകാം, അങ്ങനെ പല രീതിയിലും കുട്ടികളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരുന്നിട്ടുണ്ടാവാം. ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ചെയ്ത് സ്വന്തമായിട്ടുള്ള അഭിപ്രായം. ഞാൻ എഴുതിയ ഒപ്പീനിയൻ വായിക്കാം. Freedom is the birthright of the human being. So each and every child should give the freedom, but within some limitations. Parents should be there always for supporting, encouraging, and guiding them, so that the environment should be comfortable for the kids. ഇതാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ ആയിട്ട് എഴുതിയത്. ഇത് കംപ്ലീറ്റ് മോണ്ടിസോറിയുടെ ആ ഒരു വ്യൂസ് ആണ് കേട്ടോ. ഡോക്ടർ മറിയ മോണ്ടിസോറി ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്, കുട്ടികൾക്ക് ഫ്രീഡം അത് അവരുടെ ബർത്ത് റൈറ്റ് തന്നെയാണ്. മാൻ ഈസ് ബോൺ ഫ്രീ എന്നാണ് പറയുന്നത് ഡോക്ടർ മോണ്ടിസോറി. അപ്പോൾ കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, പക്ഷേ അത് ഒരു സർട്ടൻ ലിമിറ്റേഷൻസിലായിരിക്കണം. ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് ആ ലിമിറ്റ്. നമ്മൾ അവരുടെ ചുറ്റും ഒരു വട്ടം വരച്ചാൽ അതിന്റെ ഡയമീറ്റർ എത്രത്തോളം വേണം, കൂട്ടണോ കുറയ്ക്കണോ, അതൊക്കെ നമ്മൾ തീരുമാനിക്കും. അതൊരു പട്ടത്തിനെ പോലെയാണല്ലേ. പട്ടം ഇസ് എൻജോയിങ്. ആ ഒരു എത്ര മുകളിലേക്കും എനിക്ക് പറക്കാമല്ലോ എന്ന് പട്ടം വിചാരിക്കും, പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ താഴെ ഗ്രൗണ്ടിൽ നിൽക്കുന്നുണ്ട് ത്രെഡുമായിട്ട്, അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ ആ ചരട് സുരക്ഷിതമായിരിക്കണം, വിട്ടുപോകരുത്. നമ്മൾ ഇവിടെ ഇരുന്ന് തീരുമാനിക്കും എത്ര മുകളിലേക്ക് പോകണം, എത്ര മുകളിലേക്ക് അത് പറക്കണം എന്നുള്ളത്. തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പോണ വഴിയിൽ, അതൊക്കെ നമ്മൾ നോക്കും, അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾ പട്ടം പോലെയാണ്. ചരട് പിടിക്കുന്ന നമ്മളുടെ രീതി അനുസരിച്ചിരിക്കും അവരുടെ ഫ്രീഡം. ഓക്കെ, അപ്പൊ അതാണ് ഞാൻ ഒപ്പീനിയൻ ആയിട്ട് എഴുതിയത്. പിന്നെ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അതായത് ഏതെങ്കിലും ഒരു പാരന്റിനെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്തപ്പോൾ നമുക്ക് തോന്നുവാണ് ഇവിടെ അവർക്കൊരു ചെറിയൊരു അവയർനെസ് വേണം, അവർക്ക് എന്തൊക്കെയോ ചില ചെറിയ മിസ്റ്റേക്സ്, മനസ്സിൽ ചില റോങ് ആയിട്ടുള്ള മെസ്സേജുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്തെങ്കിലും രീതിയിൽ ഇടപെടാൻ പറ്റണം, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതാണ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നുള്ളതിൽ എഴുതേണ്ടത്. ഞാൻ എഴുതിയത് സം പാരന്റ്സ് ആർ തിങ്കിങ് ഇൻ വെരി പ്രാക്ടിക്കൽ വേ. They are providing good support and guidance. Some of them are moving in a systematic theoretical way. They are leading the kids without seeking their interest. So some awareness making and progressive works to be done. So അവിടെ ചെറിയ രീതിയിൽ അവയർനെസ് മേക്കിംഗ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് എഴുതിയത്. ഇനി നമ്മൾ കണ്ട എല്ലാ പാരന്റ്സും വളരെ പ്രാക്ടിക്കലായിട്ട് കുട്ടികളുടെ രീതികൾക്ക് അനുസരിച്ചാണെങ്കിൽ there is no need of progressive works to be done എന്നുള്ളത് നമുക്ക് അങ്ങനെ എഴുതി. അത് പിന്നീട് കൺക്ലൂഷൻ എഴുതുക. സപ്പോർട്ട് വേണമെന്നില്ല, പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണിൽ തന്നെ ആ ഒരു സപ്പോർട്ട് ഉണ്ട്, ആ ഒരു കാര്യമുണ്ട്. പ്രോപ്പർ സപ്പോർട്ട് ആൻഡ് പ്രോപ്പർ കെയർ ഷുഡ് ബി ഗിവൺ ടു ദ ചൈൽഡ് ഫോർ ദെയർ
physical and mental development. So each parent should take care of these things. ഇതെല്ലാം ആ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണിലേക്കൊക്കെ കൂടി രണ്ടും കൂടി ചേർത്ത് എഴുതിയാൽ മതി കേട്ടോ. പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡണ്ണും സപ്പോർട്ടും കൂടെ ചേർത്ത് എഴുതിയാൽ മതി. പിന്നെ കൺക്ലൂഷൻ ആണ് നെക്സ്റ്റ്. എന്ത് റിപ്പോർട്ട് നമ്മൾ എഴുതുമ്പോഴും അവസാനം അതിനൊരു കൺക്ലൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ കൺക്ലൂഷൻ ആണ് അടുത്ത് എഴുതേണ്ടത്. എന്താ എഴുതിയത് കേട്ടോ. കൺക്ലൂഷന്റെ പേജ് മിസ്സിംഗ് ആണ്. ഉദ്ദേശം കാണില്ല. ഞാൻ എഴുതിയത് പേജ് മിസ്സിംഗ് ആണെന്ന് തോന്നുന്നു. ആണ് ഈ പേജിൽ എഴുതിയ പേപ്പറിൽ എഴുതിയാൽ പ്രശ്നം. മിസ്സിംഗ്. കൺക്ലൂഷനിൽ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ, ആ സപ്പോർട്ട് എന്നുള്ള കാര്യങ്ങൾ എഴുതാൻ തോന്നുന്നു. ഓരോ പാരന്റ്സിനും അവയർനെസ് കൊടുക്കണം. അവയർനെസ് കൊടുത്ത് അവരെ അവയർനെസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവയർനെസ് കൊടുത്തു അവര് കാര്യങ്ങൾ മനസ്സിലാക്കി അങ്ങനെ നല്ലൊരു ഹാപ്പി ലൈഫ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ പാരന്റ്സ് മുന്നോട്ട് പോയി അങ്ങനെ രീതിയിൽ കൺക്ലൂഷൻ എഴുതി വെച്ചാൽ മതി. ഇതാണ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഞാനിതൊരു വേർഡ് ഡോക്യുമെന്റ് ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പൊ ആ ഒരു താഴത്തെ ക്വസ്റ്റ്യനെയർ എഡിറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് മാറ്റണം. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതലായിട്ട് ചേർത്തിട്ട് കുറച്ചുകൂടെ ആക്കാം കേട്ടോ. 35 ക്വസ്റ്റ്യൻസ് ആണ്. ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ ഡിലീറ്റ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്കിനി അടുത്ത ലെസണിലേക്ക് പോവാലോ. അങ്ങനെ ഡൗട്ട്സ് ഉണ്ടോ ഇതില്? മിസ് ഇത് A4 ഷീറ്റിലല്ലേ ചെയ്യേണ്ടത്? അതെ, അപ്പോഴേ നമുക്ക് റിപ്പോർട്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ഫയൽ ചെയ്ത് സൂക്ഷിച്ചാൽ മതി. അതിന്റെ പേപ്പർ മിസ്സാവും. എന്തെങ്കിലും പറയുന്നുണ്ടോ? നമ്മൾ സൈക്കോളജി പാർട്ട് കഴിഞ്ഞു അല്ലേ? ഞാൻ അതിനകത്ത് സൈക്കോളജി എടുത്ത സമയത്ത് ഡെവലപ്മെന്റൽ സൈക്കോളജിയെ കുറിച്ച് പറഞ്ഞു. നമ്മൾ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഫുൾ ലൈഫ് സ്പാനിലെ ഡെവലപ്മെന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ഹൗ പീപ്പിൾ ഗ്രൂ, എങ്ങനെ ആളുകൾ വളരുന്നു. അത് ഫിസിക്കലി മാത്രമല്ല, കോഗ്നിറ്റീവ്ലി, ഇമോഷണലി, സോഷ്യലി അവരുടെ ലൈഫിൽ. ചൈൽഡ് ഡെവലപ്മെന്റില് ആ ചൈൽഡ്ഹുഡിലെ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു, അതൊരു സർട്ടൻ പീരീഡിൽ മാത്രം അല്ലെ. ആ ഒരു ഡെവലപ്മെന്റ് ഗ്രോത്തിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ അതല്ല, ഇതൊരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഹോൾ ലൈഫ് സ്പാൻ. ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ സർട്ടൻ പീരീഡ് മാത്രമേ ഉള്ളൂ. ഒരാള് ജീവിച്ചിരിക്കുന്നതിന്റെ സർട്ടൻ പീരീഡ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അഡോളസൻസിലേക്കും അഡൾട്ട്ഹുഡിലേക്കും യൂത്ത്, പിന്നെ മിഡിൽ ഏജ്, പിന്നെ ഓൾഡ് ഏജ്, അങ്ങനെ പല രീതിയിൽ അവസാനം ഡെത്ത് അങ്ങനെ വരും. ഓക്കെ, ഇപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് അനലൈസ് ചെയ്യുന്നത് ഈ ഒരു എൻറ്റയർ ലൈഫ് സ്പാനില് ആളുകളുടെ ഡെവലപ്മെന്റൽ പ്രോബ്ലംസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ, ആ പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത് അവരുടെ ഡെവലപ്മെന്റും ഗ്രോത്തും സപ്പോർട്ട് ചെയ്യാനാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. അവർ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ത് പ്രോബ്ലം ആണ് അതിൽ വന്നിരിക്കുന്നത്. ഐഡന്റിഫൈ ചെയ്ത് അവരത് അഡ്രസ് ചെയ്യുന്നു. ആ ഇഷ്യൂസ് എല്ലാം അവര് ചില സമയത്ത് ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം, നമ്മൾ പറയില്ലേ നല്ല മിടുക്കനായിരുന്നു എന്താ പെട്ടെന്ന് സംഭവിച്ചെന്ന് അറിയില്ല എന്നൊക്കെ പറയും അല്ലെ. ലാസ്റ്റ് ഇയർ വരെ നല്ലപോലെ പഠിക്കുമായിരുന്നു, ഇപ്പം ഭയങ്കര ലോ ആണ് എന്നൊക്കെ പറയും ടീച്ചേഴ്സും അല്ലെ. അപ്പൊ അത് എന്തോ ആളുടെ ആ ഒരു
ആ ഒരു പീരീഡിൽ സർട്ടൻ ഏജിൽ എന്തോ സംഭവിച്ചു. അപ്പൊ അത് കണ്ടെത്തി അതിനെ സോൾവ് ചെയ്യുക. അതാണ് അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജി വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമ്മൾ ചൈൽഡ് സൈക്കോളജി മാത്രം ഫോക്കസ് ചെയ്യുന്നതാൽ നമ്മൾക്ക് ആ ഒരു സർട്ടൻ പീരീഡ് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അവിടെ നമുക്ക് ശരിയായ ഇന്റർവെൻഷൻ നടത്താൻ കഴിയുവാണെങ്കിൽ ഫ്യൂച്ചറിൽ ഓക്കെ ഹി വിൽ ബി നൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഡെവലപ്മെന്റൽ ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ചില ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചില സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകും. ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, അങ്ങനെ പല രീതിയിലുള്ള ലേണിംഗ് ഡിസബിലിറ്റീസ് ഉണ്ടാകും. പിന്നെ അപ്പൊ അതെല്ലാം കണ്ടെത്തി അതിനെ അഡ്രസ്സ് ചെയ്ത് അതിനെ സോർട്ട് ഔട്ട് ചെയ്യുക, ഇതെല്ലാം ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ വരും. പിന്നെ എൻ്റയർ ലൈഫിലെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, നമുക്കറിയാം ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല. അതേസമയം വളർച്ച എന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത് മെച്യൂരിറ്റി ആകുമ്പോഴേക്കും ഉണ്ടാവും. പക്ഷെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ബുദ്ധി, നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മളുടെ അനാലിസിസ്, നമ്മളുടെ പെർസ്പെക്റ്റീവ് എല്ലാത്തിനെയും അനുസരിച്ച് അതിങ്ങനെ ഡെവലപ്മെന്റ് നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. പറയില്ലേ നമുക്ക് എത്ര പ്രായമായാലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിതാണ് നമ്മളുടെ ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അത് എൻ്റയർ ലൈഫ് സ്പാനിൽ അതിങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മൂവ്മെന്റിന്റെ വ്യത്യാസം, മൂവ്മെന്റ്, മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ്, പിന്നെ നമുക്ക് പല കാര്യങ്ങളെ കുറിച്ചുള്ള അവയർനെസ്, സെൽഫ് കൺസെപ്റ്റ്, ഇതെല്ലാം ഡെവലപ്മെന്റൽ സൈക്കോളജിയുമായിട്ട് കണക്റ്റഡ് ആണ്. പിന്നെ ഒരു നമ്മൾ പല സൈക്കോ അനാലിസ്റ്റുകളുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സോഷ്യലൈസ് ചെയ്യുന്നവരുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. കൾച്ചറൽ ഡിഫറൻസസ്, ആ കൾച്ചറൽ ഇൻഫ്ലുവൻസസ് അവരുടെ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു അല്ലെ. ഈ ഡെവലപ്മെന്റൽ സൈക്കോളജിക്കകത്ത് തന്നെ വരുന്നതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഏരിയ. അത് നമ്മൾ ഓൾറെഡി പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. പിന്നെ പലപ്പോഴും സോഷ്യലൈസ് ചെയ്യുന്നത്, അതിപ്പോ കുട്ടിയെ നോക്കുന്ന കെയർ ഗീവേഴ്സുമായിട്ടുള്ള കുട്ടിയുടെ കണക്ഷൻ സോഷ്യലൈസ് ചെയ്യുന്നതും കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, അത് ശരിക്കും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ട് കണക്റ്റഡ് ആണ്. എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, സോഷ്യലൈസ് ചെയ്യുന്നതും ഇമോഷണലി വരുന്നതും, പിന്നെ വിറ്റോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നതിന് കാരണം അതാണ്. നമ്മൾ എല്ലാവരുടെയും പറഞ്ഞല്ലോ അല്ലെ, എല്ലാവരുടെയും പറഞ്ഞില്ലേ. എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, വിറ്റോസ്കിയുടെ സോഷ്യോ കൾച്ചറൽ ഡെവലപ്മെന്റ്, പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ വരുന്ന കാര്യങ്ങളാണ്. കാരണം ഇതില് പിയാഷെ ആണ് ഒരു സർട്ടൻ ഏജ് വരെ പറഞ്ഞത് അല്ലെ, പക്ഷെ ബാക്കി എല്ലാവരും ബർത്ത് ടു ഡെത്ത് പറഞ്ഞു. അപ്പൊ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ വരുന്ന എല്ലാം അതുകൊണ്ടാണ്. അത് മാത്രമല്ല കുട്ടികളെ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാനും അനലൈസ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ. ഇനി നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയാണ്. നമ്മളിപ്പോ സൈക്കോളജി ജനറലി നമ്മൾ പറഞ്ഞു ഒരു കുട്ടിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരാളുടെ ബിഹേവിയർ, അതിന്റെ കോഗ്നിറ്റീവ് പ്രോസസ്, ഇതെല്ലാം സ്റ്റഡി ചെയ്യുന്ന ഒന്നാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി വളരെ പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം ഈ വലിയ വലിയ മാച്ച് നടക്കുമ്പോൾ, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും എന്തൊക്കെ ഇത് തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് എന്തെങ്കിലും അത്ലറ്റിക്സ് എന്തെങ്കിലും ഐറ്റത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണെങ്കിലും ശരി, ഈ ആളുകൾ അതിനു മുമ്പ് പോയിട്ട് ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെയോ തെറാപ്പിസ്റ്റിനെയോ കൗൺസിലേഴ്സിനെയോ കാണും. അടുത്ത ഡേ എന്റെ മാച്ചാണ്, എനിക്കൊന്ന് മൈൻഡ് റിഫ്രഷ് ആക്കണം. അപ്പൊ വളരെ പോസിറ്റീവായിട്ട് മാറിക്കഴിഞ്ഞു സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി ഇങ്ങനെ വൈഡായിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. വലിയൊരു മരമാണെങ്കിൽ അതിന് ഡിഫറെന്റ് ബ്രാഞ്ചസ് ഉണ്ട്. സൈക്കോളജിയിൽ വലിയൊരു മരമാണെങ്കിൽ അതിന്റെ വിങ്സ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് ആണ് നമ്മൾ ഈ പറയുന്ന ചൈൽഡ് സൈക്കോളജി, ഡെവലപ്മെന്റൽ സൈക്കോളജി, കോഗ്നിറ്റീവ് സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി, എഡ്യൂക്കേഷണൽ സൈക്കോളജി, അങ്ങനെ ഇങ്ങനെ പോകും. കുറേ ഇതുണ്ട്. പലരും പലതിലും സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിയുടെ
ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷനെയാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറയുന്നത്. എന്തിന് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി അപ്ലൈ ചെയ്യുന്നത്? എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ വരുന്ന ജീവനുള്ള 2 ഫാക്ടേഴ്സ് ആയിരിക്കുക. ടീച്ചേഴ്സും സ്റ്റുഡൻസും. നമ്മൾ പറഞ്ഞ ഒരു ടീച്ചർ സൈക്കോളജി അറിഞ്ഞിരിക്കണം, കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കണം. അത് മാത്രമല്ല, ടീച്ചർക്ക് സ്വയം ഷേപ്പ് ആകാനും, ടീച്ചർക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്യണം. ഞാൻ എന്റെ രീതികൾ ശരിയാണോ, ആ കുട്ടിയോട് ഞാൻ കാണിക്കേണ്ട അപ്രോച്ച് എങ്ങനെയാണോ, ഞാൻ അവിടെ എടുത്ത സ്റ്റെപ്പ് ശരിയാണ്. നമ്മളും ഒരു സെൽഫ് അനാലിസിസ് നടത്തുന്നുണ്ട്. അതും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നെയാണ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും. നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചു നോക്കും, എവിടെയെങ്കിലും ഇരുട്ടുണ്ടോ, ഞാൻ അവിടെ വെളിച്ചം എന്തെങ്കിലും കൊടുക്കേണ്ടതുണ്ടോ. അത് തന്നെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ അനാലിസിസ്. നമ്മളൊരു സെൽഫ് അനാലിസിസ് നടത്തുക. നമ്മളത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുന്ന പരിപാടി അങ്ങ് നിർത്തും. നമ്മൾ എപ്പോഴും നമ്മളെ ജഡ്ജ് ചെയ്യാനായിട്ട് നോക്കും, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും. നമ്മള് സെൽഫ് ക്രിട്ടിസൈസ്, സെൽഫ് ജഡ്ജ്മെന്റൽ, സെൽഫ് അനാലിസിസ് അത് നമ്മൾ എന്ന് ചെയ്യാൻ തുടങ്ങുന്നു, അതോടുകൂടി നമ്മൾ ആ ഒരു നല്ലൊരു ഷേപ്പിലേക്ക് മാറുവാണ്, ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ മാറും. ഞാൻ ഈ ഷേപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ടർ സ്ട്രക്ചറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ ഇന്നർ ബ്യൂട്ടിയെ നമ്മൾ ഷേപ്പ് ചെയ്യുക. ഇതുവരെയും മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കാൻ നോക്കുമായിരുന്നു, പക്ഷെ ഇപ്പൊ നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അതാണ് സൈക്കോളജിയുടെ ഒരു വ്യത്യാസം. നമ്മളല്ല ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായോ. ഒരു ടോപ്പിക് പഠിപ്പിക്കുവാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ചിന്തിക്കും, അതിൽ കുറച്ചുകൂടെ എന്നെ ആഡ് ചെയ്യേണ്ടതുണ്ടായിരുന്നു, ഞാൻ ആ എടുത്ത മെത്തേഡ് ശരിയായി. നമ്മളവിടെ കുട്ടികളോട് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ കുട്ടികളും ആ ടീച്ചറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ തന്നെ പോകും. അല്ലെങ്കിൽ അവിടെ ഒരു ബാരിയർ ഉണ്ടാകും. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടീച്ചേഴ്സിനോട് കുട്ടികൾ ഡൗട്ട്സ് ചോദിക്കുന്നത് വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ കുട്ടികൾ കുറെ കൂടി ടീച്ചർമാരോട് ഡൗട്ട്സ് ചോദിക്കാൻ തുടങ്ങി. ശരിക്കും കുട്ടികളുടെ ഡൗട്ട്സ് ചോദിക്കാൻ പ്രാപ്തയാക്കുന്ന ടീച്ചർ തന്നെയാണ് യഥാർത്ഥ ടീച്ചർ എന്ന് പറയുന്നത്. ചോദ്യം ചോദിക്കാനുള്ള റൈറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നു, ടീച്ചറുടെ ആ റൈറ്റ് എടുത്ത് മാറ്റുന്നു. ചോദ്യം ചോദിക്കേണ്ടത് കുട്ടികളാണെന്ന് ഒരു ടീച്ചർ എന്ന് തിരിച്ചറിയുന്നു, അതോടുകൂടി ആ ഒരു എഡ്യൂക്കേഷന്റെ ലെവൽ തന്നെ മാറുവാണ് അല്ലെ. എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലെ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി നമ്മൾ അപ്ലൈഡ് ആപ്ലിക്കേഷൻ ആണല്ലോ, അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്നത് ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ്, അതൊരു സയൻസ് ആണ്, സയൻസ് ഓഫ് സോൾ എന്നല്ലേ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊരു അപ്ലൈഡ് സയൻസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി ഇതൊരു നമ്മൾ പറഞ്ഞു പോസിറ്റീവ് ആണ് ഇപ്പോൾ സൈക്കോളജി എന്ന് പറയുന്നത്. ആളുകളെല്ലാം അത് വളരെ പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ സൈക്കോളജിയെ കാണുന്നത്. എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് അതിനെ കാണും. കാരണം എന്താ, നമ്മൾ കുട്ടികളുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും നമ്മളുടെ സെൽഫ് അനാലിസിസ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജി കൊണ്ടുവരുന്നത്. സോ ഇതൊരു പോസിറ്റീവ് സയൻസ് ആണ്. പിന്നെ നമുക്കറിയാം കാലാകാലങ്ങൾ കഴിയുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഭയങ്കര മാറ്റങ്ങൾ വരുന്നുണ്ട്, അപ്ഗ്രഡേഷൻ സംഭവിക്കുന്നുണ്ട് അല്ലെ. സിലബസ് മാറുന്നു, പഠന രീതി മാറുന്നു അല്ലെ. അതിന്റെ ഒപ്പം തന്നെ എഡ്യൂക്കേഷൻ സൈക്കോളജി മാറും. സോ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ഗ്രോയിങ് സയൻസ് ആണ്, അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്. ഇനി നമ്മള് കുട്ടികളെയാണ് ഇവിടെ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളാണ് അല്ലെ. ഓരോ കുട്ടി ഡിഫറെന്റ് ആണ്, യുണീക്ക് ആണ്. ഓരോ കുട്ടിയുടെയും ബിഹേവിയർ ഡിഫറെന്റ് ആണ്. കുട്ടി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ബിഹേവിയർ ആയിരിക്കില്ല ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലിരിക്കുമ്പോൾ. കുട്ടിക്ക് ഒരു ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഉള്ള ബിഹേവിയർ ആയിരിക്കില്ല ഗ്രൂപ്പിലിരുന്ന് കുട്ടി ആ ആക്ടിവിറ്റി ചെയ്യുന്നു. അങ്ങനെയുള്ള എല്ലാ സെറ്റിങ്സിലുമുള്ള കുട്ടികളുടെ ബിഹേവിയർ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. എന്നിട്ടാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്, എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ വിവിധ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഒരേ സംഭവം തന്നെ എല്ലാ കുട്ടികളിലും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓരോ കുട്ടിക്ക് അനുസരിച്ചും നമ്മൾ അതിന് മാറ്റങ്ങൾ വരുത്തും. അപ്പൊ ഇതൊരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആണ് അല്ലെ, എക്സ്പീരിയൻസസ് എക്സസൈസ് ബേസ്ഡ് ആണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. തിയറിയെ ബേസ് ചെയ്ത് നമുക്ക് ഒരിക്കലും എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഒരേ പ്രിൻസിപ്പിൾ ഒരേ തിയറി എല്ലാവരിലും വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു നോർമേറ്റീവ് സയൻസ് അല്ല,
നോർമേറ്റീവ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫോക്കസിങ് ഓൺ തിയറി പ്രിൻസിപ്പിൾസ് എഴുതപ്പെട്ട കുറെ കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന സയൻസിനെയാണ് നമ്മൾ നോർമേറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സൈക്കോളജി അപ്പോൾ ഒരു നോർമേറ്റീവ് സയൻസ് അല്ല. പലപ്പോഴും എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവും. എഡ്യൂക്കേഷൻ സൈക്കോളജി ഈസ് നോട്ട് എ ഡാഷ് സയൻസ്. ഓപ്ഷൻസിൽ നിങ്ങൾക്ക് അപ്ലൈഡ് സയൻസ്, പോസിറ്റീവ് സയൻസ്, നോർമേറ്റീവ് സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. അല്ലാത്തത് നോർമേറ്റീവ് സയൻസ് ആണ്. അപ്ലൈഡ് സയൻസ് ആണ്, പോസിറ്റീവ് സയൻസ് ആണ്, ഗ്രോയിങ് സയൻസ് ആണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സയൻസ് ആണ്. പക്ഷെ തിയറിയെ ബേസ് ചെയ്തിട്ടുള്ളതല്ല. സോ നോർമേറ്റീവ് സയൻസ് അല്ല. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് ചെയ്തു. പിന്നെ ഡിഫറെന്റ് മെത്തേഡ് ഉണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. പിന്നെ അതിന്റെ ചില ലിമിറ്റേഷൻസും ഉണ്ട്. പലപ്പോഴും ലിമിറ്റേഷൻസും വരാറുണ്ട്. കാരണം മനുഷ്യനാണ്, നമുക്ക് വലിയ എക്സ്പെരിമെന്റ് ഒന്നും നടത്താൻ പറ്റില്ല. ജീവനുള്ള അതാണ്, മെഷീൻസ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറെ ലിമിറ്റേഷൻസ് നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വരും. പിന്നെ നല്ലപോലെ എക്സ്പേർട്ടായ ആളുകൾക്ക് മാത്രമാണ് ഈ കുട്ടികളിൽ ആ ഒരു ചേഞ്ചസ്. അല്ലാത്തപ്പോ നമ്മൾ പുറത്തുനിന്ന് ആളുകളെ റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഫണ്ട് ഒരു ഇഷ്യൂ ആകും. അപ്പൊ അങ്ങനെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ചിലപ്പോൾ ആവശ്യത്തിന് ഫണ്ടൊന്നും ഇല്ലാതാകും. വരുമ്പോൾ ഇങ്ങനെയുള്ള പല ഇന്റർവെൻഷനും നടത്താൻ പറ്റാതെ വരും. അപ്പൊ കുട്ടികൾക്ക് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഒന്നും നടക്കില്ല. ഇതൊക്കെയാണ് അതിൽ വരുന്ന ഒരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനപ്പോ അതൊന്ന് ഷെയർ ചെയ്യാം. ഞാനൊന്ന് ഒരു ഇൻട്രോ പോലെ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിനി കംപ്ലീറ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് നോക്കാം. 17 ബാച്ച് അല്ലേ നിങ്ങളുടെ ടേം എക്സാമിനേഷൻ? പാർട്ട് 2 എന്തൊക്കെ ബാക്കിയുണ്ട്? സൈലന്റ് ബാച്ച് ആണ് തോന്നുന്നു. ആരും മിണ്ടില്ലേ? മിസ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് 4ാമത്തെ ചാപ്റ്ററും പിന്നെ എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇപ്പോൾ ടീച്ചർ എടുത്തതും അത് രണ്ടും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി നീഡ്സ് അപർണ മിസ് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഡിഫറൻസ് അശ്വതി മിസ് തീർത്തു. ഓക്കെ, അപ്പൊ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബാക്കിയില്ല. എഡ്യൂക്കേഷൻ സൈക്കോളജി ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു നമ്മൾ തുടങ്ങാൻ പോകുന്നു. മേ ബി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഞാനായിരിക്കണം എടുക്കേണ്ടത്. അപർണ മിസ്സിനോടൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം. നാളെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ട് കേട്ടോ. ട്യൂസ്ഡേ ആയിരുന്നല്ലേ നമുക്ക് അവധി വന്നത്. ട്യൂസ്ഡേയിലത്തെ ആ ഒരു ടൈം ടേബിൾ, ദാറ്റ് മീൻസ് ഞാൻ തന്നെയായിരിക്കും ക്ലാസ്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ ഓൺ ടുമാറോ. സോ യൂണിറ്റ് 7 എഡ്യൂക്കേഷണൽ സൈക്കോളജി. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് ഒന്ന് ആർക്കെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ അങ്ങ് ഉപയോഗിക്കുക. ആരുമില്ലല്ലോ എന്നൊന്നും ചിന്തിക്കണ്ട. Definition of educational psychology. Educational psychology is the application of psychological finding in the fields of education. It is the systematic study of development of the individual within the educational setting. According to Charles E. Skinner, educational psychology deals with the behavior of human beings in educational situations. Thus, educational psychology is a behavioral science with two main references: human behavioral and education. It aims to produce attractive changes in a child for the all-round development of his personality. Mama, താഴത്തെ പാരഗ്രാഫും കൂടെ വായിക്കട്ടെ. Thus, educational psychology is primarily concerned with the understanding the process of teaching and learning that plays within formal surroundings and developing way of improving those methods. It covers important topics like learning therapy, teaching methods, motivations, cognitive, emotional and moral development, parent-child relationships, etc. Yes. Next. മതി. Okay. ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ കുറെ കാര്യങ്ങൾ തന്നെ അവിടെ വന്നു. എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കൽ ഫൈൻഡിങ്സ് ആപ്ലിക്കേഷൻ ആണ് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ. നമ്മൾ ഓൾറെഡി പറയും. അപ്പൊ ഒരു ഇൻഡിവിജ്വലിന്റെ ഡെവലപ്മെന്റിന്റെ സിസ്റ്റമാറ്റിക് സ്റ്റഡി അടക്കം നോക്കും.
നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയുടെ ഒരു ഫേസ് ആണ് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ വരുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഡെവലപ്മെന്റൽ സൈക്കോളജിയെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവണം. ആ 4 സൈക്കോ അനാലിസ്റ്റുകളുടെ അനാലിസിസ് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യന്റെ, ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് കുട്ടികളെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ചാൾസ് ഇ സ്കിന്നി, അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റർ ആണ്, സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനേഷൻ, എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സിന്റെ ബിഹേവിയർ എഡ്യൂക്കേഷണൽ സിറ്റുവേഷൻസിൽ ഡീൽ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി. അങ്ങനെയാണെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. അതിന് 2 മെയിൻ റെഫറൻസസ് ഉണ്ട്. ഒന്ന് ഹ്യൂമൻ ബിഹേവിയറും മറ്റേത് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ബിഹേവിയറൽ സയൻസ് ആണ്. 2 മെയിൻ റെഫറൻസസ് ഉണ്ട്, ഹ്യൂമൻ ബിഹേവിയറിലും അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയുടെ ഓൾ റൗണ്ട് എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം തുടങ്ങിയത്, ആ ഒരു കുട്ടിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി. ശരിക്കും എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്ട് സ്റ്റഡിയോ ഒരു സിലബസ് കവർ ചെയ്യുക, ഒരു സർട്ടൻ ടോപ്പിക് അങ്ങനെ കുട്ടികളെ കാണാതെ പഠിപ്പിക്കുക എന്നുള്ളതല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ത്രൂ എഡ്യൂക്കേഷൻ കുട്ടി സ്വയം അവന്റെ കഴിവ് മനസ്സിലാക്കുന്നു, അവന്റെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നു, അവന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഫ്രം ബർത്ത് ഇറ്റ് സെൽഫ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വലുതാവുമ്പോ ഡ്രസ്സിങ്ങിലോ ഒന്നുമല്ല പേഴ്സണാലിറ്റി ഇരിക്കുന്നത്. എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് അതുപോലെ തന്നെ ലേണിംഗ്, ആ ഒരു പ്രോസസ് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതൊരു സർട്ടൻ എൻവയോൺമെന്റും ആയിരിക്കും. പലപ്പോഴും പല സ്കൂളുകളിലെ, കോളേജുകളിലെ ക്ലാസ് റൂമുകൾ എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ മോണ്ടിസോറി സ്കൂളിലെ ക്ലാസ് റൂം പോലെ ആയിരിക്കില്ല സാധാരണ ഒരു ട്രഡീഷണൽ ക്ലാസ് റൂം അല്ലെ. ട്രഡീഷണൽ ക്ലാസ് റൂമുകളിൽ ക്ലോസ്ഡ് ഡോർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. മോണ്ടിസോറിയിലാണെങ്കിൽ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹോള് പോലെയാണ്. വരാന്തകളും നിറയെ പുറത്തേക്ക് കുട്ടിക്ക് എപ്പോ വേണമെങ്കിലും പോവാം, അങ്ങനെയുള്ള ഫ്രീഡം ഒക്കെ ഉള്ള ഒരു എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. അപ്പൊ അതില് ഈ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ പല ടോപ്പിക്സും കവർ ചെയ്ത് പോകുന്നു. ലേണിംഗ് തിയറി, ടീച്ചിങ് മെത്തേഡ്സ്, മോട്ടിവേഷൻസ്, കോഗ്നിറ്റീവ് ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ്, പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്സ്, ഇതെല്ലാം വരും എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. അപ്പൊ ഒരു ടീച്ചർ ഒരു കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വരെയും അറിഞ്ഞിരിക്കണം, എന്നാലാണ് പ്രോപ്പർ ആയിട്ടൊരു ഇന്റർവെൻഷൻ അവിടെ നടക്കുകയുള്ളൂ ആ ഒരു കുട്ടിയില്. നമ്മൾ കുറെ ടീച്ചർമാരെയും അതുപോലെ തന്നെ കുറെ അമ്മമാരുടെയും ഒക്കെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഒരു എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ. അവർ ഇൻഫ്ലുവൻസ് ചെയ്തത് കുട്ടികളെ. ആൽബർട്ട് ഐൻസ്റ്റീന്റെ അമ്മയുടെ കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ മോശം കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ളൊരു എഴുത്ത്, ഈ സ്കൂളിൽ വിടണ്ട, നിങ്ങൾക്ക് നോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുത്തുള്ളൂ. വായിച്ചിട്ട് അമ്മ വല്ലാതെ വിഷമിക്കും. പക്ഷെ അതിൽ എഴുതിയ കാര്യം എന്താന്ന് അമ്മ ഐൻസ്റ്റീനോട് പറയുന്നില്ല. ഐൻസ്റ്റീൻ ചോദിക്കുമ്പോൾ പറയും, നീ വളരെ മിടുക്കനായ ഒരു കുട്ടിയാണ്, അതുകൊണ്ട് ആ സ്കൂള് നിനക്ക് പോരാ, അതിലും വലിയ സ്ഥലത്താണ് നീ പഠിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മ വീട്ടിലെത്തി കുട്ടിയെ പഠിപ്പിക്കുന്നതും അങ്ങനെ ഐൻസ്റ്റീൻ വലിയൊരാളാവുന്നതും പിന്നീട് അമ്മയുടെ പെട്ടിയിൽ നിന്നും ആ ഒരു ലെറ്റർ ഐൻസ്റ്റീന് കിട്ടുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അതുകൊണ്ട് പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ് എഡ്യൂക്കേഷണൽ സെറ്റിങ്സ്. അതുപോലെ തന്നെ ടീച്ചറുടെ ഒരു കഥ വാട്സാപ്പിലോട്ട് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ക്രിയേറ്റീവ് ആണോ എന്നറിയില്ല, നടന്നതാണോ എന്നറിയില്ല. ഒരു കുട്ടി വളരെ ദരിദ്രമായ കുടുംബത്തിൽ നിന്നാണ്. അപ്പം ക്ലാസ്സിലെ ഒരു കുട്ടി അച്ഛൻ ഗൾഫിൽ നിന്നോ വന്നപ്പോ ഒരു പേനയോ എന്തോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൻ കണ്ടപ്പോ, പെന്നാണെന്നാണ് എൻ്റെ ഓർമ്മ, അവന് കുട്ടിയുടെ ബാഗിൽ നിന്നും അത് മോഷ്ടിക്കുന്നു. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനാകെ ഗിൽട്ടി ഫീലിംഗ് ഒക്കെ ഉണ്ട്. ആ ഒരു കൗതുകം കൊണ്ടും അതിനോടുള്ള ആഗ്രഹം കൊണ്ടും ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ക്ലാസ്സിൽ അറിഞ്ഞു പേന കാണാതായി. ഞാൻ അധ്യാപകൻ പറയുകയാണ്, നിങ്ങളെല്ലാരും കണ്ണടച്ച് നിൽക്കൂ, ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോ എന്റെ കയ്യിലേക്ക് ആ പേന വെച്ച് തരണം എന്നിങ്ങനെ പറയുവാണ്. അപ്പോഴേക്കും ഇവന് ഭയങ്കര വിഷമായി, എങ്ങനെയെങ്കിലും ആ പേന കയ്യിൽ നിന്ന് പോണം എന്നുള്ള ചിന്തയായി. അങ്ങനെ അധ്യാപകൻ ഇവരെ കണ്ണടച്ച് നിന്ന് ഇവൻ ഈ പേന നീട്ടിക്കൊണ്ട് അധ്യാപകൻ കൈയുമായിട്ട് ഓരോരുത്തരുടെ കയ്യിലൂടെ ഇങ്ങനെ പോയി പേന കിട്ടി. അങ്ങനെ അധ്യാപകൻ ആ പേന കൊടുത്തു. ആരുടെ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല കഥ.
കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ കുട്ടി പഠിച്ച് നല്ലൊരു നിലയിലെത്തി. അദ്ദേഹം പ്രിപ്പയർ ആയി. അദ്ദേഹത്തെ കാണാനായിട്ട് വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കരയുവാണ്. എന്നിട്ട് ഇതിനെ പറയുകയാണ്, ചെറിയൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അന്നത്തെ ഒരു ഇൻസിഡന്റ് പറയായിരുന്നു. ഞാനാണെന്ന് അറിഞ്ഞിട്ടും സാർ എന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞത്, ഞാനും കണ്ണടച്ചിരിക്കുവായിരുന്നു. കാരണം സാറിനും കുട്ടി ഏതാന്ന് അറിയണമെന്ന് യാതൊരു ആഗ്രഹം ഉണ്ടായില്ല. അങ്ങനെ അവനെ വേദനിപ്പിക്കരുത്, ആ കുട്ടിയെ വേദനിപ്പിക്കരുത് എന്നുള്ള നല്ല മനസ്സിന്റെ ഉടമയായിട്ടുള്ള ഒരു മാഷ്. ഇങ്ങനെ കുറെ അതൊക്കെ ക്രിയേറ്റഡ് ആണോ നടന്നതാണോ എന്നറിയില്ല. വി നമിക്കുന്നു അങ്ങനെയുള്ള ടീച്ചേഴ്സിനെ. അപ്പൊ അതെല്ലാം എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വരും. ആ ഒരു ടീച്ചർ കുട്ടി ആ ഒരു ബോണ്ടിങ്. എന്തെങ്കിലും ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ റിമൈനിങ് പോർഷൻസ് ഒന്ന് വായിച്ചിട്ട് വരുവാണെങ്കിൽ വേണമെങ്കിൽ ആർക്കെങ്കിലും ക്ലാസ് എടുക്കണമെങ്കിൽ ക്ലാസ് എടുക്കാം കേട്ടോ. ഞാൻ സർവേയുടെ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം. ഓക്കെ ദെൻ, ഓക്കെ ബൈ. അതിനെ അടുത്ത ക്ലാസ് ഉണ്ട് 11:30. അതുകൊണ്ടാണ് കേട്ടോ. ബൈ. ജോബ്സാന്റെ ക്ലാസ്.